ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഏഞ്ചൽ മീഡിയയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് SSLC വിദ്യാർത്ഥികൾക്കായിട്ട് തയ്യാറാക്കിയ IT തിയറി ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ അധ്യായം ഡിസൈനിങ്ങിൻ്റെ ലോകത്തേക്ക് എന്ന പാഠഭാഗത്തുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഒന്നാമത്തെ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. വെക്റ്റർ ഇമേജുകൾ നിർമ്മിക്കുവാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു പുതിയ സോഫ്റ്റ്വെയറാണ് നമ്മൾ ഈ ഭാഗത്ത് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച ചുവടെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ഡിഫോൾട്ട് ക്യാൻവാസ് അതാര്യമാണ്. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ഡിഫോൾട്ട് ക്യാൻവാസ് സുതാര്യമാണ്. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ഡിഫോൾട്ട് ക്യാൻവാസ് നിറം നൽകിയതാണ്. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ഡിഫോൾട്ട് ക്യാൻവാസ് അർദ്ധതാര്യമാണ്. നമ്മൾ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറന്ന് നമ്മൾ പഠിച്ചതാണ്. അതിൽ നമ്മൾ വർക്കുകൾ ഒക്കെ ചെയ്തതാണ്. അപ്പം നമുക്കറിയാം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ഡിഫോൾട്ട് ക്യാൻവാസ് സുതാര്യമാണ്. ഈ സുതാര്യമായ ക്യാൻവാസിന് നമ്മൾ ആവശ്യമായ ബാക്ക്ഗ്രൗണ്ടുകൾ ഉൾപ്പെടുത്തുകയോ ആവശ്യമായ കളർ നൽകി ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ഡിഫോൾട്ട് ക്യാൻവാസ് സുതാര്യമാണ് എന്നതാണ്. അടുത്ത ചോദ്യം: ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലെ എഡിറ്റ് പാത്ത് ബൈ നോഡ് എന്ന ടൂളിൻ്റെ ഉപയോഗം ചുവടെ നൽകിയവയിൽ ഏതാണ്? ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലെ എഡിറ്റ് പാത്ത് ബൈ നോഡ് എന്ന ടൂളിൻ്റെ ഉപയോഗം താഴെ നൽകിയവയിൽ ഏതാണ്? ഓപ്ഷൻസ് ഇതാണ്: ഒബ്ജക്റ്റുകളുടെ പകർപ്പെടുക്കാൻ ഉപയോഗിക്കാം, ഒബ്ജക്റ്റുകളുടെ പാത്തിൽ വ്യത്യാസം വരുത്താം, ഒബ്ജക്റ്റുകളെ അൺഗ്രൂപ്പ് ചെയ്യാൻ, ഒബ്ജക്റ്റുകളെ ഗ്രൂപ്പ് ചെയ്യാൻ. എഡിറ്റ് പാത്ത് ബൈ നോഡ് എന്ന ടൂൾ നിങ്ങൾക്കറിയാവുന്നതാണ്. എഡിറ്റ് പാത്ത് ബൈ നോഡ് എന്ന ടൂള് ഒബ്ജക്റ്റുകളുടെ പാത്തിൽ വ്യത്യാസം വരുത്താനാണ് നാം ഉപയോഗിക്കുന്നത്. എഡിറ്റ് പാത്ത് ബൈ നോഡ് എന്ന ടൂള് എന്തിനുപയോഗിക്കുന്നു? ഒബ്ജക്റ്റുകളുടെ പാത്തിൽ വ്യത്യാസം വരുത്താൻ ഉപയോഗിക്കുന്നു. ചിത്രം നോക്കുക. ഇതാണ് എഡിറ്റ് പാത്ത് ബൈ നോഡ് ടൂൾ. എഡിറ്റ് പാത്ത് ബൈ നോഡ് ടൂളിൻ്റെ ചിത്രമാണ് കാണുന്നത്. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്ട്സ് ടൂൾ. സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്ട്സ് ടൂൾ എന്ന ടൂളാണ് നമ്മൾ ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ അവയെ ഓരോ ദിശയിലേക്കും തിരിച്ചു വയ്ക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് ടൂളാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ടൂൾ പേനയുടെ നിബ് അല്ലേ, ആ ആകൃതിയിലുള്ള ഒരു ടൂള്. ഇത് നിങ്ങൾ ഇങ്ക്സ്കേപ്പിൽ പരിചയപ്പെട്ടിട്ടുണ്ടാകും. എന്താണ് ഈ ടൂളിൻ്റെ പേര്? കാലിഗ്രഫി ബ്രഷ് ടൂൾ. കാലിഗ്രഫി ബ്രഷ് ടൂൾ എന്നാണ് ഈ ടൂളിൻ്റെ പേര്. അടുത്തായിട്ട് റാസ്റ്റർ ചിത്രങ്ങളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? റാസ്റ്റർ ചിത്രങ്ങളെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന കുറേ പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? SVG ഫോർമാറ്റിലുള്ള ചിത്രങ്ങൾ റാസ്റ്റർ ചിത്രങ്ങളായിരിക്കും. റാസ്റ്റർ ചിത്രങ്ങൾ സ്കെയിൽ ചെയ്ത് വലുതാക്കുമ്പോൾ വ്യക്തത നിലനിർത്തുന്നു. റാസ്റ്റർ ചിത്രങ്ങൾ സ്കെയിൽ ചെയ്ത് വലുതാക്കുമ്പോൾ വ്യക്തത കൂടുന്നു. റാസ്റ്റർ ചിത്രങ്ങൾ സ്കെയിൽ ചെയ്ത് വലുതാക്കുമ്പോൾ അവയുടെ വ്യക്തത നഷ്ടപ്പെടുന്നു. ഇതാണ് ഓപ്ഷൻസ്. നമുക്കറിയാം റാസ്റ്റർ ചിത്രങ്ങൾ സ്കെയിൽ ചെയ്ത് വലുതാക്കുമ്പോൾ അവയുടെ വ്യക്തത നഷ്ടപ്പെടുന്നു അല്ലേ? റാസ്റ്റർ ചിത്രങ്ങൾ നമ്മൾ സൂം ചെയ്ത് വലുതാക്കുമ്പോൾ അവയുടെ വ്യക്തത നഷ്ടപ്പെടുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ട് ചിത്രങ്ങൾ നോക്കുക. ആദ്യത്തേത് വെക്റ്റർ ചിത്രത്തിന് ഉദാഹരണമാണ്, രണ്ടാമത്തേതാണ് റാസ്റ്റർ ചിത്രം. അപ്പോൾ രണ്ടാമത്തെ റാസ്റ്റർ ചിത്രം നിങ്ങൾ കണ്ടാൽ അത് സൂം ചെയ്ത് വലുതാക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ക്ലാരിറ്റി പോവുകയാണ് ചെയ്യുന്നത്. വെക്റ്റർ ചിത്രമാണെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി അതേപടി നിലനിൽക്കുന്നതായിരിക്കും. റാസ്റ്റർ വെക്റ്റർ ചിത്രങ്ങളുടെ ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ആദ്യത്തേത് റാസ്റ്റർ ചിത്രമാണ്, രണ്ടാമത്തേത് വെക്റ്റർ ചിത്രമാണ്. സ്റ്റാറിൻ്റെ ചിത്രമാണ്. ശ്രദ്ധിക്കുക, വെക്റ്റർ ചിത്രവും റാസ്റ്റർ ചിത്രവും. ക്ലാരിറ്റി ഉള്ളതാണ് വെക്റ്റർ ചിത്രം, ക്ലാരിറ്റി കുറഞ്ഞത് ക്ലാരിറ്റി ഇല്ലാത്തത് റാസ്റ്റർ ചിത്രമാണ്.
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വെക്റ്റർ ചിത്രങ്ങളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? വെക്റ്റർ ചിത്രങ്ങളെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? വെക്റ്റർ ചിത്രങ്ങൾ സൂം ചെയ്ത് വലുതാക്കുമ്പോൾ വ്യക്തത നഷ്ടപ്പെടുന്നു. വെക്റ്റർ ചിത്രങ്ങൾ SVG ചിത്രങ്ങൾ വെക്റ്റർ ചിത്രങ്ങളാണ്. ഓപ്ഷൻ 3 വെക്റ്റർ ചിത്രങ്ങൾ തയ്യാറാക്കുന്നത് ജിംബ് സോഫ്റ്റ്വെയറിലാണ്. ഓപ്ഷൻ ഡി വെക്റ്റർ ചിത്രങ്ങൾ സൂം ചെയ്ത് വലുതാക്കുമ്പോൾ വ്യക്തത കുറയുന്നു. വെക്റ്റർ ചിത്രങ്ങൾ സൂം ചെയ്ത് വലുതാക്കുമ്പോൾ വ്യക്തത നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. വെക്റ്റർ ചിത്രങ്ങൾ സൂം ചെയ്ത് വലുതാക്കുമ്പോൾ അവയുടെ വ്യക്തത നഷ്ടപ്പെടുന്നില്ല. SVG ചിത്രങ്ങൾ വെക്റ്റർ ചിത്രങ്ങളാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. സി വെക്റ്റർ ചിത്രങ്ങൾ തയ്യാറാക്കുന്നത് ജിംബ് സോഫ്റ്റ്വെയറിലാണ്. തെറ്റായ പ്രസ്താവനയാണ്. വെക്റ്റർ ചിത്രങ്ങൾ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആണ് അല്ലേ? ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ. പിന്നെ വെക്റ്റർ ചിത്രങ്ങൾ സൂം ചെയ്ത് വലുതാക്കുമ്പോൾ വ്യക്തത കുറയുന്നു. തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? വെക്റ്റർ ചിത്രങ്ങൾ സൂം ചെയ്ത് വലുതാക്കുമ്പോൾ ഇവയുടെ വ്യക്തത കുറയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്, വെക്റ്റർ ചിത്രങ്ങളെക്കുറിച്ച് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് SVG ചിത്രങ്ങൾ വെക്റ്റർ ചിത്രങ്ങളാണ് എന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. തന്നിരിക്കുന്നവയിൽ വെക്റ്റർ ഇമേജ് ഫയൽ ഫോർമാറ്റ് ഏതാണ്? കുറേ ഫയൽ ഫോർമാറ്റുകൾ കൊടുത്തിട്ടുണ്ട്. .png, SVG, JPG, GIF. ഇവയെല്ലാം ചില ഫയൽ ഫോർമാറ്റുകളാണ്. ഇവയിൽ നിന്നും വെക്റ്റർ ഇമേജ് ഫയൽ ഫോർമാറ്റ് കണ്ടെത്തണം. നമ്മൾ പഠിച്ചതാണ് SVG ഫയലുകൾ അല്ലേ? SVG എന്ന് പറയുന്നതാണ് ഇതിനകത്ത് വെക്റ്റർ ഫയൽ ഫോർമാറ്റുകൾ. ഓക്കെ, അപ്പോൾ ഈ 4 തന്നിരിക്കുന്ന 4 SVG എന്നതാണ് വെക്റ്റർ ഇമേജ് ഫയൽ ഫോർമാറ്റ്. വെക്റ്റർ ഇമേജ് ഫയൽ ഫോർമാറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഈ കാണുന്നത്. ഏതൊക്കെയാണ്? AI, EPS, SVG, PDF. ഇവയെല്ലാം വെക്റ്റർ ഇമേജ് ഫയൽ ഫോർമാറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. റാസ്റ്റർ ഇമേജ് ഫയൽ ഫോർമാറ്റുകളുടെ ഉദാഹരണങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. റാസ്റ്റർ ഇമേജ് ഫയൽ ഫോർമാറ്റുകൾക്ക് ഉദാഹരണം JPG, PNG, GIF, BMP അല്ലേ? JPG, PNG, GIF, BMP എന്നിവ റാസ്റ്റർ ഇമേജ് ഫോർമാറ്റുകളും AI, EPS, SVG, PDF എന്നിവ വെക്റ്റർ ഇമേജ് ഫയൽ ഫോർമാറ്റുകളുമാണ്. അപ്പോൾ ഇത് പരീക്ഷ ചോദിക്കാറുള്ളതാണ്, ഓർത്തു വയ്ക്കുക. വെക്റ്റർ ഇമേജ് ഫയൽ ഫോർമാറ്റുകൾ AI, EPS, SVG, PDF എന്നിവയും റാസ്റ്റർ ഇമേജ് ഫയൽ ഫോർമാറ്റുകൾ JPG, PNG, GIF, BMP തുടങ്ങിയവയുമാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ സ്വതന്ത്ര വെക്റ്റർ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വതന്ത്ര വെക്റ്റർ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്? ജിംബ്, കോറൽ ഡ്രോ, ഇങ്ക്സ്കേപ്പ്, അഡോബ് ഇല്ലസ്ട്രേറ്റർ. ഇവയാണ് ഓപ്ഷൻസ്. A ജിംബ്, B കോറൽ ഡ്രോ, C ഇങ്ക്സ്കേപ്പ്, D അഡോബ് ഇല്ലസ്ട്രേറ്റർ. ഇവയിൽ ചോദിച്ചിരിക്കുന്നത് സ്വതന്ത്ര വെക്റ്റർ ഗ്രാഫിക് സോഫ്റ്റ്വെയറുകളാണ്. സ്വതന്ത്ര വെക്റ്റർ ഗ്രാഫിക് സോഫ്റ്റ്വെയറുകളാണ്. ജിംബ്, കോറൽ ഡ്രോ, അഡോബ് ഇല്ലസ്ട്രേറ്റർ, ഇങ്ക്സ്കേപ്പ് എന്നിവയെല്ലാം എന്താണ്? വെക്റ്റർ ഗ്രാഫിക് സോഫ്റ്റ്വെയറുകൾ തന്നെയാണ് അല്ലേ? ഇവയെല്ലാം ചുവടെ നൽകിയിരിക്കുന്ന സ്വതന്ത്ര വെക്റ്റർ ഗ്രാഫിക് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ സ്വതന്ത്ര വെക്റ്റർ ഗ്രാഫിക് സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻസ് A ജിംബ്, B കോറൽ ഡ്രോ, C ഇങ്ക്സ്കേപ്പ്, D അഡോബ് ഇല്ലസ്ട്രേറ്റർ. ഈ 4 സോഫ്റ്റ്വെയറെ കുറിച്ച് നമുക്കറിയാം. ജിംബ് എന്ന് പറയുന്നത് റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. കോറൽ ഡ്രോ, ഇങ്ക്സ്കേപ്പ്, അഡോബ് ഇല്ലസ്ട്രേറ്റർ എന്നിവ വെക്റ്റർ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയറുകളാണ്. എന്നാൽ ഇവയിൽ സ്വതന്ത്ര വെക്റ്റർ ഗ്രാഫിക് സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ക്സ്കേപ്പാണ്. സ്വതന്ത്ര വെക്റ്റർ ഗ്രാഫിക് സോഫ്റ്റ്വെയറുകൾ ഇങ്ക്സ്കേപ്പും ലിബർ ഓഫീസ് ഡ്രോയുമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ക്സ്കേപ്പ്. അപ്പോൾ ഇങ്ക്സ്കേപ്പ് ഒരു സ്വതന്ത്ര വെക്റ്റർ ഗ്രാഫിക് സോഫ്റ്റ്വെയർ ആണ്. ബിറ്റ്മാപ്പ് ചിത്രങ്ങൾ റാസ്റ്റർ ചിത്രങ്ങളാണ്. SVG ചിത്രങ്ങൾ വെക്റ്റർ ചിത്രങ്ങളാണ്. ബിറ്റ്മാപ്പ് ചിത്രങ്ങൾ റാസ്റ്റർ ചിത്രങ്ങളും
SVG ചിത്രങ്ങൾ വെക്റ്റർ ചിത്രങ്ങളുമാണ്. ജിംബ് പ്രധാനപ്പെട്ട ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതേപോലെ ഇങ്ക്സ്കേപ്പ് പ്രധാനപ്പെട്ട ഒരു വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ജിംബ് പ്രധാനപ്പെട്ട ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇങ്ക്സ്കേപ്പ് പ്രധാനപ്പെട്ട ഒരു വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. റാസ്റ്റർ വെക്റ്റർ. ജിംബ് പ്രധാനപ്പെട്ട ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇങ്ക്സ്കേപ്പ് പ്രധാനപ്പെട്ട ഒരു വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. സ്വതന്ത്ര വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ. നേരത്തെ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻസിൽ നിന്നും സ്വതന്ത്ര വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ കണ്ടെത്താനായിട്ടുള്ള ഒരു ചോദ്യം അല്ലേ. അപ്പോൾ അതിൽ ഇങ്ക്സ്കേപ്പ്, ലിബർ ഓഫീസ് ഡ്രോ എന്നിവയാണ് സ്വതന്ത്ര വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ. ഞാനൊരു ചോദ്യം നേരത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 4 ഓപ്ഷൻസിൽ നിന്നും സ്വതന്ത്ര വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഇങ്ക്സ്കേപ്പ് ആണ് അതിനകത്ത് ശരിയായ ആൻസർ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കൂടാതെ ലിബർ ഓഫീസ് ഡ്രോ മറ്റൊരു സ്വതന്ത്ര വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ സ്വതന്ത്ര വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്? ഇങ്ക്സ്കേപ്പ്, ലിബർ ഓഫീസ് ഡ്രോ എന്നിവയാണ്. പ്രധാനപ്പെട്ട വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്? ഇങ്ക്സ്കേപ്പ്, ലിബർ ഓഫീസ് ഡ്രോ, കാർബൺ, അഡോബ് ഇല്ലസ്ട്രേറ്റർ, കോറൽ ഡ്രോ എന്നിവയാണ് പ്രധാനപ്പെട്ട വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ. ഒന്നുകൂടെ പറയാം. പ്രധാനപ്പെട്ട വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്? ഇങ്ക്സ്കേപ്പ്, ലിബർ ഓഫീസ് ഡ്രോ, കാർബൺ, അഡോബ് ഇല്ലസ്ട്രേറ്റർ ആൻഡ് കോറൽ ഡ്രോ. ഇതിനകത്ത് ഇങ്ക്സ്കേപ്പും ലിബർ ഓഫീസ് ഡ്രോയും സ്വതന്ത്ര വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ, ഇതിനകത്ത് ഈ വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിൽ ഇങ്ക്സ്കേപ്പും ലിബർ ഓഫീസ് ഡ്രോയും സ്വതന്ത്ര വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ വരച്ച കപ്പും സോസറും ഒരുമിച്ച് ചേർക്കണം. അതിനുവേണ്ടി താഴെ കൊടുത്തിരിക്കുന്നതിൽ അനുയോജ്യമായ ഓപ്ഷൻ ഏതാണ്? അതായത് വരച്ചിരിക്കുന്ന നമ്മൾ കപ്പും സോസറും വേറെ വേറെയാണ് വരയ്ക്കുന്നത്. അത് ഒരുമിച്ച് ചേർക്കാനായിട്ട് നാം കൊടുക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ഗ്രൂപ്പ്, ഓപ്ഷൻ ബി അൺഗ്രൂപ്പ്, ഓപ്ഷൻ സി റൈസ്, ഓപ്ഷൻ ഡി ലോവർ. ഏതാണ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഗ്രൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ കളർ പാലറ്റ് ഉപയോഗിച്ച് സ്ട്രോക്കിന് നിറം നൽകാനായി മൗസ് ക്ലിക്കിനൊപ്പം ഉപയോഗിക്കുന്ന കീ ഏതാണ്? ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ കളർ പാലറ്റ് ഉപയോഗിച്ച് സ്ട്രോക്കിന് നിറം നൽകാനായിട്ട് മൗസ് ക്ലിക്കിനൊപ്പം ഉപയോഗിക്കുന്ന കീ ഏതാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എ ഷിഫ്റ്റ്, ബി സ്പേസ്, സി ടാബ്, ഡി കൺട്രോൾ. നമ്മൾ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഉപയോഗിച്ചതാണ്, എനിക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഷിഫ്റ്റ് കീ ആണ്. ഷിഫ്റ്റ് കീ ആണ് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ കളർ പാലറ്റ് ഉപയോഗിച്ച് സ്ട്രോക്കിന് നിറം നൽകാനായിട്ട് മൗസ് ക്ലിക്കിനൊപ്പം ഉപയോഗിക്കുന്ന കീ. അടുത്ത ചോദ്യം. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ വരച്ച ചിത്രത്തെ ക്യാൻവാസ് സൈസിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് എക്സ്പോർട്ട് ജാലകത്തിൽ സെലക്ട് ചെയ്യേണ്ട അനുയോജ്യമായ സങ്കേതം ഏതാണ്? ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ വരച്ച ചിത്രത്തെ ക്യാൻവാസ് സൈസിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് എക്സ്പോർട്ട് ജാലകത്തിൽ സെലക്ട് ചെയ്യേണ്ട അനുയോജ്യമായ സങ്കേതം ഏതാണ്? ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ പേജ്, ഓപ്ഷൻ ബി ഡ്രോയിങ്, ഓപ്ഷൻ സി സെലക്ഷൻ, ഓപ്ഷൻ ഡി കസ്റ്റം. ഏതായിരിക്കും ഓപ്ഷൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സെലക്ഷൻ. സെലക്ഷൻ എന്ന സങ്കേതം ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാൻവാസ് സൈസിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് ജാലകത്തിൽ ഉപയോഗിക്കുന്ന ടൂൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അമൽ തയ്യാറാക്കിയ സ്കൂൾ .logo.svg എന്ന ചിത്രത്തിലെ സ്കൂളിൻ്റെ പേര് ചേർക്കാൻ വിട്ടുപോയി. ചിത്രം എഡിറ്റ് ചെയ്ത് സ്കൂളിൻ്റെ പേര് ചേർക്കാൻ ചുവടെ നൽകിയതിൽ ഏത് സോഫ്റ്റ്വെയർ ആണ് ഏറ്റവും അനുയോജ്യമായത്? ഓപ്ഷൻസ് എ Gcolor 2, ഓപ്ഷൻ ബി ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഇമേജ് എഡിറ്റർ, ഓപ്ഷൻ സി Gthumb ഇമേജ് വ്യൂവർ, ഓപ്ഷൻ ഡി QGIS. ശരിയായ ഉത്തരം ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഇമേജ് എഡിറ്റർ. ശരിയായ ഉത്തരം ഏതാണ്? ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഇമേജ് എഡിറ്റർ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒന്നാമത്തെ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഈ ചോദ്യങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ബൈ.